അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീയെടുക്കണ്ട. വളരെ അർത്ഥവത്തായൊരു പക്കാണത്. അകം ശുദ്ധിയില്ലാതെ പുറത്തിങ്ങനെ മിനുക്കി നടക്കുന്ന ഒരുപാട് ആളുകൾ. അകത്ത് വളരെ മോശമാണ്, സ്വഭാവം മോശമാണ്. വീട്ടുകാരോടായാലും നാട്ടുകാരോടായാലും കുടുംബങ്ങളോടായാലും ഫ്രണ്ട്സുകളോടായാലും സ്വഭാവം വളരെ മോശം. പക്ഷേ പുറത്തോ നല്ല ഉഷാറ്, അടിപൊളിയാണ്. നല്ല മിനുക്കി തേച്ച ജീൻസും ഫാൻസും സെറ്റപ്പും ഒക്കെ ആയിട്ടാണ് നടക്കുക. അവർക്കുള്ളൊരു പാട്ടാണത്. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസ് എങ്ങനെയെന്നറിയോ? അറിയില്ല. എല്ലാവർക്കും പുറത്ത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉഷാറുണ്ടാവും കാണാൻ. ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടുണ്ടാവും. പക്ഷെ സംഗതി എന്തായാലും ഉള്ളിൽ ആണ്ട് കിടക്കണ എന്താ കാഷ്ടമാണ്. ഇതുപോലെ ആവരുത് മനുഷ്യൻ്റെ മനസ്സ്. മനസ്സ് വിശാലമുണ്ടാവുക, സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹം ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഈ വാൽപ്പാറ ദുരന്തം കേരളം മൊത്തം വളരെ സങ്കടത്തോടു കൂടെയാണ് കാണുന്നത്. കണ്ണീരൊലിപ്പിച്ചുകൊണ്ടല്ലാതെ ആ വാർത്തകളൊന്നും കാണാൻ നമ്മളെ കൊണ്ട് കഴിയണില്ല. അത്ര വേദനയാണ്. ആ അധ്യാപകന്മാർ, ടീച്ചർമാർ മരണപ്പെട്ടത് കണ്ടപ്പോൾ, അവിടെ കുടുംബങ്ങൾ വിതുങ്ങിപ്പൊട്ടുന്നത് കണ്ടപ്പോൾ, അവരെ നമുക്കൊന്നും അറിയില്ല. ആ ടീച്ചർമാരും ആ മാഷുമാരൊന്നും നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ലേ അത് കാണുമ്പോൾ? അതാണ് അവരുടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞത്. അതാണ് മനസ്സാക്ഷി. ആ മനസ്സാക്ഷി ഇല്ലാത്ത മൃഗങ്ങളെന്ന് പറയാൻ പാടില്ല, കാരണം മൃഗങ്ങൾ പാവങ്ങളാണ്, പറ്റും നല്ലവരാണ്, സ്നേഹിക്കാൻ അറിയാം, യജമാനോട് വലിയ കൃപ കാണിക്കുന്നത് കാണാം. പക്ഷെ അതും ഇല്ലാത്ത ഉലായിക്കൽ അന്നാമി ബൽഹും അവല്ലെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മൃഗമാണ്, അല്ല മൃഗത്തിനേക്കാൾ അതപ്പതിച്ചവരാണ്. അങ്ങനെ പറയലാണ് നല്ലത്. അവരെ മനസ്സൊക്കെ എന്തായാലും കട്ടിയായിട്ടുണ്ട്. അങ്ങനെ ചില RSSൻ്റെ ചില വർഗീയ വിഘടനവാദികൾ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. കാരണം അവർ സങ്കടം എന്ന് പറഞ്ഞാൽ അവരെ മനസ്സ് ഇത്ര കട്ടിയായി പോയല്ലോ. ഒരു മനുഷ്യബന്ധമില്ലാത്ത കോലത്തിലുള്ള മനുഷ്യമൃഗങ്ങളെ കണ്ടപ്പോൾ, രഘുറാം എന്ന് പറയുന്നൊരു വ്യക്തി ഇട്ട വീഡിയോ കണ്ടപ്പോൾ, അദ്ദേഹത്തെ കമൻറ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആരെക്കൊണ്ടത് കഴിയാം? കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ വിഷം ചീറ്റി വെച്ചിരിക്കുകയാണ്, വിഷം പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ RSSകാരായ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം? കുറേ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ഒരുപാട് അപകടത്തിൽപ്പെടുന്ന ആളുകളൊക്കെ പുച്ഛിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതുകൊണ്ട് എന്താണ് നേട്ടം? ഒരുപാട് ആളുകൾ വെറുപ്പ് സമ്പാദിച്ച് അവസാനം ഈ പിരാക്കൊക്കെ തട്ടിയിട്ട് ചത്തുപോകുന്നതിനേക്കാൾ നല്ലതൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഇതുകൊണ്ട് കേരളത്തിന് വല്ല നേട്ടമുണ്ടോ? ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? ഒരാൾക്കൊരു ഗുണവുമില്ല. ഈ പട്ടികളുണ്ടല്ലോ, പട്ടികൾ ഇങ്ങനെ വെറുതെ കിടന്ന് ഓടുകയാണ്. ഓടുന്നതായിട്ടേക്കും ഗുണമില്ല, ആൾക്കും ഗുണമില്ല, വെറുതെ കിടന്ന് ഓടുകയാണ്. എന്ന പോലെ വെറുതെ ഓരോ കമൻറ്റുകൾ വിടുന്ന അവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ചീഞ്ഞ ചലമല്ല കാഷ്ടം എത്ര വലുതാണെന്ന് നോക്കിയേ. ഇവരൊക്കെ മനസ്സിൽ പിടിപ്പിച്ചു വെച്ച വർഗീയ വിഷം എത്രമാത്രം ഭീകരമാണെന്ന് നോക്കിയേ. ഇവരൊക്കെ ജനങ്ങൾ വെറുക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളൊക്കെ അവർ വെറുക്കും. സ്നേഹമുള്ള മനസ്സാക്ഷിയുള്ളവരൊക്കെ അവരെ വെറുക്കും. കാരണം ഇങ്ങനൊരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തം കണ്ടിട്ട് എല്ലാവരും വേദനയോടുകൂടെ അറിയാത്തവർ പോലും കണ്ണിന്ന് വെള്ളമൊലിക്കുകയാണ്. എന്നിട്ട് പോലും അതിനിങ്ങനെ കമൻ്റ് ഇടുന്ന രഘുറാമിനെ പോലുള്ള കുറേ ആളുകൾ. കേവലം ഒരു രഘുറാമ് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച്
വളരെ മോശമായ കമൻ്റ് അടിക്കുമ്പോൾ അവരൊക്കെ മനസ്സെത്ര നശിച്ചു പോയിട്ടുണ്ടെന്ന് പുറത്ത് കാണുന്ന പോലെ ഉള്ളിൽ കാഷ്ടാണ്. കാഷ്ടെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ചീഞ്ഞതെന്തോ കിടക്കുന്നുണ്ട്, അവരെ മനസ്സിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. RSSകാരായ സുഹൃത്തുക്കളോട് പറയാണ്, നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ വർഗീയ വിഷം ചിറ്റൽ? എന്തെല്ലാം നിങ്ങൾ ചെയ്തു? എന്താണിതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം? അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പുണ്യമുണ്ടോ? ഇത്ര അധികം അധപ്പതിച്ചൊരു വിഭാഗം മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ എന്ന് പറയാറുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗമാണ്. ചിന്ത ഉണ്ടെന്ന് കഴിഞ്ഞാൽ മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവരതിലും അപ്പുറമാണ്. ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത അവരുടെ മസ്തിഷ്കം ആരുടെയൊക്കെ ഏതോ വർഗീയവാദികളുടെ ആലയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ തമ്മാടിത്തങ്ങൾ വിളിച്ചു പറയാം. അത് കണ്ടിട്ട് മുസ്ലിങ്ങളെ വേദനിപ്പിക്കാനാണ്. മുസ്ലിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മുസ്ലിങ്ങളെ കുറിച്ചിടത്തോളം അങ്ങനൊരു ചിന്തയില്ല. നിങ്ങൾ സ്വയം നശിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ നിർത്തുക. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇവിടെ തോളോട് തോളൊരുമ്മി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സൗഹാർദ്ദമായ അന്തരീക്ഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടി കുറേ കാലമായി ഇവിടെ ശ്രമിക്കുന്നു. നടക്കില്ല അത്. കാരണം കേരളം അത്ര സുന്ദരമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളെ പ്രതികരിക്കും, യാതൊരു സംശയവുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.